വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത് GST കുറിച്ചാണ്. GST എന്ന് പറഞ്ഞാൽ ടാക്സുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. സോ GSTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇനി ഏതൊക്കെ സാധാരണയായി GST നമ്മൾ രണ്ട് തരമെന്ന് പറയാം. ഇൻപുട്ട് GST എന്നും ഔട്ട്പുട്ട് GST എന്നും പറയാം. ഇൻപുട്ട് GST എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന GST ആണ് ഇൻപുട്ട് GST എന്ന് പറയും. അതുപോലെ ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന GST ആണ് ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, GSTയെ തന്നെ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. നമ്പർ വൺ, ഇൻട്രാ സ്റ്റേറ്റ് GST എന്നും അതുപോലെ ഇൻ്റർ സ്റ്റേറ്റ് GST എന്നും രണ്ട് ടൈപ്പായിട്ട് ഇതിനെ ക്രമീകരിക്കാവുന്നതാണ്. ഇതിൽ ഇൻട്രാ സ്റ്റേറ്റ് GST തന്നെ ടു ടൈപ്പായിട്ട് ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. നമ്പർ വൺ CGST എന്നും നമ്പർ ടു SGST എന്നുമാണ് ഇതിന് നമ്മൾ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇൻ്റർ സ്റ്റേറ്റിനെ IGST എന്ന് പറയുന്നു. എന്നാൽ CGST SGST എന്തെന്നാൽ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ടാക്സിനെയാണ് CGST എന്നും SGST എന്നും. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ് സർവീസ് ടാക്സ് ആണ്. അതുപോലെ SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സും. ഒരു സാധനം ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണ രണ്ട് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ പുറത്തു നിന്നും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് IGST എന്ന് പറയുന്ന മൂന്നാമതൊരു ടാക്സ് കൂടി കൊടുക്കേണ്ടത്. ഇങ്ങനെ മൂന്ന് ടൈപ്പിലെ ടാക്സ് ആണ് ശരിക്കും GST എന്ന് പറയുന്നതിൽ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ CGST സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ GST എന്നും. ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ ദ സ്റ്റേറ്റ് ആൻഡ് ടാക്സ് കളക്റ്റഡ് വിൽ ബി ഷെയർഡ് ടു സെൻറ്റർ. ആൻഡ് SGST stands for state GST. This is applicable on supplies within the state. Tax collected will be shared to state. And IGST stands for integrated GST. This is applicable on interstate and import transactions. Tax collected is shared between center and state. ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള ടാക്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടാക്സ് റേറ്റുകളാണ്. അതായത് ടാക്സിനെ ഒരുപാട് റേറ്റ്സ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് പല തരത്തിൽ റേറ്റ്സ്, അതിൽ 0% ഉൽപ്പന്നങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ടാക്സ് കൊടുക്കാതെ തന്നെ വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനാണ് 0% എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ടാക്സ് കുറഞ്ഞിട്ടുള്ള 5% മാത്രം കൊടുത്ത് വാങ്ങാം. ഈ 5% എന്ന് പറഞ്ഞാൽ നമുക്ക് 2.5% രണ്ട് ടാക്സ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട 2.5 അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് 2.5 ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 12%, 80%, 28%, ഇങ്ങനെ ഓരോന്നിനെയും ക്രമീകരിച്ച് എല്ലാത്തിൻ്റെയും പകുതി എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പകുതി എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് ടാക്സിനെ ക്രമീകരിച്ചിരിക്കുന്നു. ദെൻ ഏതൊക്കെയാണ് ഈ 0% വരുന്നത് എന്നാണ് നമ്മൾ ഈ ബോക്സിൽ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ നമുക്ക് വീട്ടിലേക്ക് വാങ്ങുന്ന ഫ്രഷ് മീറ്റ്, ചിക്കൻ, ഇത്തരം എഗ്സ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ 0% ആണ് ടാക്സ്. ദെൻ 5% വരുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ്, അതുപോലെ 12% വരുന്ന ഉൽപ്പന്നങ്ങൾ, അതുപോലെ 80% വരുന്ന ഉൽപ്പന്നങ്ങൾ, 28% വരുന്ന ഉൽപ്പന്നങ്ങൾ. ഇതാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയാണ് സാധാരണഗതിയിൽ വരുന്ന ഒരു ടാക്സ് റേറ്റ്സ്. ഈ GST കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഗെറ്റ് ഫീ ഓഫ് ടാലി എന്ന ഈ വിൻഡോയിൽ വന്നതിന് ശേഷം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം രണ്ടാമതായി വരുന്ന ലെഡ്ജർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓരോരോ GST ആയിട്ടും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്.
സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യാം. ആദ്യം ഞാൻ 5% ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 5% നമുക്ക് ഡിവൈഡ് ചെയ്യണം. 2.5% 2.5 ആക്കി മാറ്റണം. സോ SGEST at 2.5% എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ദെൻ 2.5 എന്നിവിടെ എൻ്റർ ചെയ്യുക. ദെൻ ഓൺ സെയിൽ ടാക്സ്, അതുപോലെ CGST at 2.5%, ഡ്യൂട്ടീസ് 2.5 ഓൺ ടോട്ടൽ. അതുപോലെ ഓരോന്നും ഇപ്പോൾ 80% ആണെങ്കിൽ SGST at 9% ഇവിടെ കൊടുക്കുന്നു ഓൺ ടോട്ടൽ. CGST at 9% on total sales, not applicable. ഓക്കെ, ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോരോ നമുക്ക് വരുന്ന ഓരോന്നും ടാക്സ് റേറ്റുകൾ ഇതുപോലെ കൊടുക്കാം. CGST 2.5 ആൻഡ് CGST 5.5, CGST 9% ആൻഡ് അങ്ങനെ GST. ഓക്കെ, SGST 2.5. ഇത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നിച്ച് വേണമെങ്കിൽ GST എന്ന് പറഞ്ഞ് 12% കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ 80% എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ CGST 9% എന്ന് കൊടുക്കാം. ഇങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിൽ ഇതിനെ ക്രമീകരിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ GST ഒറ്റ GST ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് GST നമുക്ക് ടാലി എന്ന സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.